ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ പരീക്ഷ നടക്കുന്ന സിറ്റി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. അതുമാത്രമല്ല, എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഡേറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. എന്നാൽ അവിടുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ NTA പരീക്ഷ നടക്കുന്ന ഏതൊക്കെ പരീക്ഷകൾ ഏതൊക്കെ ദിവസം നടക്കുന്നുണ്ട് കൃത്യമായ ഡേറ്റ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നിട്ടും ഒത്തിരി പേർ മെസ്സേജിലൂടെയും കമന്റിലൂടെയും ചോദിക്കുന്നത് നമ്മളുടെ എക്സാമിനേഷൻ ഡേറ്റ് എന്നാണ്, കൊമേഴ്സ് ഡേറ്റ് വന്നിട്ടുണ്ടോ, മാനേജ്മെന്റ് ഡേറ്റ് വന്നിട്ടുണ്ടോ, ഇങ്ങനെ ഒത്തിരി സംശയങ്ങളാണ്. അപ്പൊ ആ സംശയങ്ങളും അതുപോലെ തന്നെ സിറ്റി ഓഫ് എക്സാമിനേഷൻ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പലർക്കും സിറ്റി ഓഫ് എക്സാമിനേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നില്ല. അപ്പൊ ഈ ജൂലൈ മാസത്തിൽ ഏതൊക്കെ പരീക്ഷകളാണ് കൃത്യമായിട്ട് നടക്കുന്നത്, ആഗസ്റ്റിലേക്ക് ഏതൊക്കെ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. NTA ഇന്ന് പുറത്തിറക്കിയ പബ്ലിക് നോട്ടീസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, അതായത് ജൂലൈ 9, 11, 12 ഈ ഡേറ്റുകളിൽ ജൂലൈ മാസത്തിൽ പരീക്ഷ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ യാതൊരു വിവരങ്ങളും ഇപ്പോൾ അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഈ 3 ദിവസങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നതും ഇവിടെ NTA സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജൂലൈയിൽ നടക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ് അതിവിടെ കൃത്യമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്രഞ്ച്, അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സ്, സാൻസ്ക്രിറ്റ് കോഡ് 73, പിന്നെ ജൂലൈ 11-ാം തീയതി അതായത് സെക്കൻഡ് ഡേ അതിൽ സബ്ജക്ട് കോഡ് 11 ഡിഫൻസ്, പുതിയ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിന്ദു സ്റ്റഡീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അടുത്തത് ഡേ 3 ജൂലൈ 12-ാം തീയതി ഹോം സയൻസ്, സൈക്കോളജി, ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ അതിൽ നേപ്പാളിയും കൂടി വരുന്നുണ്ട്. ഇത്രയും സബ്ജക്റ്റുകളാണ് ജൂലൈ മാസത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസം നടക്കുന്ന പരീക്ഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് NTA ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കാത്ത വിഷയങ്ങളെല്ലാം തന്നെ അടുത്ത ദിവസത്തേക്ക് മാറ്റപ്പെടും. അടുത്ത ദിവസം എന്ന് പറയുന്നത് ആഗസ്റ്റ് 12, 13, 14. അതായത് ഈ ചാർട്ടിൽ കൊടുക്കാത്ത വിഷയങ്ങളെല്ലാം തന്നെ അടുത്ത മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി പലരും ചോദിക്കുന്ന ഒരു സംശയം, എക്സാമിനേഷൻ സിറ്റി നമുക്ക് ലഭിക്കുന്നില്ല, സെർച്ച് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നില്ല. അതും ഈ ജൂലൈ മാസത്തിലെ പരീക്ഷ ഉള്ളവർ തന്നെ നോക്കുമ്പോൾ സിറ്റി ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് ഇവിടെ NTA പറയുന്നുണ്ട്. 9-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് മാത്രമേ എക്സാമിനേഷൻ സിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ 9-ാം തീയതി പരീക്ഷ നടക്കുന്നവരുടെ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മറ്റു ദിവസങ്ങളിൽ പരീക്ഷ നടക്കുന്നവർ ഇപ്പോഴത് സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല, ലഭിക്കില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംശയം അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് എന്ന് വരും എന്നുള്ളതാണ്. അഡ്മിറ്റ് കാർഡിന്റെ അകത്ത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് 9, 10, 12 പരീക്ഷകൾക്കായിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വളരെ പെട്ടെന്ന് തന്നെ NTAയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനായിട്ടുള്ള ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് NTA അവസാനമിറക്കിയ പബ്ലിക് നോട്ടീസിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും സബ്ജക്റ്റുകളല്ലാതെ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം തന്നെ ആഗസ്റ്റ് മാസം 12, 13, 14 തീയതികളിലാണ് നടത്തപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആഗസ്റ്റ് മാസത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്ത എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പിന്നീട് അറിയിക്കും എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ ചിലപ്പോൾ ഡേറ്റ് മാറാനൊക്കെ സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയാലും ആഗസ്റ്റ് 12-ാം തീയതിയാണ് ഇനി വരാനുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം ഇനിയും പഠിക്കാനുണ്ട്. ഏകദേശം 30 ദിവസത്തോളം ഇനി ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സമയം വരുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ, പേപ്പർ 1-ന്റെയും പേപ്പർ 2-ന്റെയും ഒക്കെ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കും. പേപ്പർ 1-ന് വളരെ അഫോർഡബിൾ ആയിട്ട് ഈ ഒരു മാസത്തേക്കുള്ള കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്തരത്തിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്രേഷ് കോഴ്സ് ഈ പറഞ്ഞ പരീക്ഷ വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ട് ചെറിയൊരു ഫീസിനത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർന്ന് പഠിക്കാവുന്നതാണ്. അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു വരുന്നവർക്ക് തുടർന്നും കോഴ്സിന് ചേർന്നില്ലെങ്കിലും നമ്മൾ ചാനലിലൂടെ നൽകി വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലൂടെ നൽകി വരുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും. വളരെ കൃത്യമായ രീതിയിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീസിനത്തിൽ ഈ പരീക്ഷ വരെ കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇനി നമുക്കറിയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാം സെന്റർ അല്ലെങ്കിൽ സിറ്റി ഓഫ് എക്സാമിനേഷൻ എന്തിനു നൽകുന്നു, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ആ കാര്യം ഇവിടെ
NTA കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി വന്നിരിക്കുന്ന കാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ നമ്മുടെ വിവരങ്ങളും അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ഡേറ്റും അതുപോലെ സിറ്റി ഓഫ് എക്സാമിനേഷനും ഈ കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സിറ്റി ഓഫ് എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് കോഴിക്കോട്, കാലിക്കറ്റ്. ഇതിൽ NTA പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അഡ്മിറ്റ് കാർഡ് അല്ല, ഒരു അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നതാണ്. എവിടെയാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെന്റർ, അവിടത്തേക്ക് നിങ്ങൾക്ക് എത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുക്കാൻ സാധിക്കും. അതായത് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പുറകെ വരും, നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സാമിനേഷൻ സെന്ററിന്റെ സിറ്റി നിങ്ങളെ അറിയിക്കുകയാണ്. അവിടത്തേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ ചെയ്തു വെച്ചോളൂ. പരീക്ഷയുടെ 1-2 ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും നമ്മൾ കൊടുത്ത സെന്ററുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല. അതായത് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന എക്സാം സെന്റേഴ്സ് ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു സൂചന കൂടെ ഇതിലുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് നമ്മൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് പരീക്ഷാ സെന്റർ ലഭിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തരത്തിലൊരു ഇൻഫർമേഷൻ നമുക്ക് ആദ്യമേ വരണമെങ്കിൽ നമ്മൾ കൊടുത്ത സെന്റർ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനയായിട്ടാണ് തോന്നുന്നത്. എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ, സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ NTAയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നീട് പറയുന്നത് അഡ്മിറ്റ് കാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും തന്നിട്ടുണ്ട്. അതുപോലെ മെയിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ വന്നിരിക്കുന്ന കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഒന്നും തന്നെ ഇല്ല എന്ന് NTA തന്നെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് നിങ്ങളുടെ എക്സാം സെന്റർ, അതായത് എക്സാമിനേഷൻ നടക്കുന്ന സിറ്റിയിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ ഒരുക്കി വെക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ബാക്കിയുള്ളവരുടെ കൂടെ എക്സാം സിറ്റി വരാൻ സാധ്യതയുണ്ട്. അഡ്മിറ്റ് കാർഡ് പിന്നീട് വരും. ഇത്രയും വിവരങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലൂടെ NTA പറയാൻ ശ്രമിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്. സ്റ്റേ സേഫ്.